ഹലോ ചങ്ങായീസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കറിയാം, ഇതുപോലെയുള്ളൊരു ഇടയ്ക്ക് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു കമന്റിന്റെ പ്രകാരമാണ് കേട്ടോ. ഞാൻ കഥകളി വീഡിയോയില് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. 9th സ്റ്റാൻഡേർഡില് അത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഏതോ പഞ്ചവാദ്യത്തിൽ ഏതോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പൊ എനിക്ക് നോക്കിയിട്ട് ഏറ്റവും ഭംഗിയുള്ളത് പഞ്ചവാദ്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഭംഗിയുള്ളതാണ്, പക്ഷെ എങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം തോന്നിയത് ഈ ഒരു ഇടയ്ക്കായിരുന്നു. അപ്പൊ ഈ കമന്റ് ആണത്. ഈ ഒരു കമന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഉറപ്പുണ്ട് ഇത് ഒരുപാട് സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാനിത് സ്റ്റുഡൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതൊരു ക്രാഫ്റ്റ് ആണ് കേട്ടോ, വെറും ഒരു ക്രാഫ്റ്റ് ആയിട്ട് മാത്രം ഇതിനെ കാണുക. നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അതായത് കപ്പ്, തെർമോക്കോള്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഇടയ്ക്ക. ഒറിജിനൽ ഇടയ്ക്കായിട്ട് ഒരിക്കലും ഇത് താരതമ്യം ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 ഗ്ലാസ്സുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ, ഡിസ്പോസിബിൾ ഗ്ലാസ്, അതാണ്. ഓക്കെ, അപ്പൊ ഞാൻ 2 കപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ബേസ് പാർട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് കപ്പ് ഇതുപോലെ ബാക്ക് സൈഡിൽ പിടിച്ചിട്ട് കപ്പിന്റെ ബാക്ക് സൈഡുകൾ 2 ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഓക്കെ, എന്നിട്ട് അത് ചേർത്ത് വെച്ചങ്ങ് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ. അപ്പൊ ഇതൊന്നുകൂടി ഒന്ന് സെക്യൂർ ആയിട്ട് നിൽക്കാനായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പറിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് എടുക്കാത്തെന്ന് വെച്ചാൽ നമുക്ക് പെയിന്റ് അടിക്കുമ്പോൾ ആ ഒരു ഇൻസുലേഷൻ പേപ്പറിൽ അടിക്കുന്ന കളറ് വേറൊരു രീതിയിലേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് നമുക്ക് ഒന്നുകൂടെ സെക്യൂർ ചെയ്യാനായിട്ട് ഇവിടെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയിപ്പം വിട്ടു പോവില്ല. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു തടിയുടെ ഫീല് വരാനായിട്ട് ഞാൻ ഈ ഒരു കളറിലെ പെയിന്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു തടിയുടെ ഫീല് നമുക്ക് ഏകദേശം കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ 2 കോട്ടൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച ഭാഗം നമുക്ക് ഒരേ കളറിൽ തന്നെ കിട്ടും. അപ്പൊ ഇൻസുലേഷൻ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് പേപ്പർ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഫുള്ള് പെയിന്റ് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു തടിയുടെ കളർ പോലെ വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് നന്നായിട്ട് അങ്ങ് ഉണക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് പെയിന്റ് അടിച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ 2 സൈഡിലും വെച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കപ്പിന്റെ ഈ ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ ആ സ്ഥലം വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ അളവിനിങ്ങനെ വെച്ചിട്ട് നമുക്ക് അതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഈ കപ്പിന്റെ ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന വശം വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറക്റ്റ് ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു കപ്പിന്റെ ഈ ഓപ്പൺ ആയിരിക്കുന്ന സ്പേസ് ആ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ കവർ ചെയ്തുകൊണ്ട് തെർമോക്കോളിന്റെ ഒരു പാർട്ട് കൂടെ വേണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തെർമോക്കോളിന്റെ പീസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ ഈ ഒരു റൗണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഇതിനെ അതായത് ഇതിന്റെ പുറത്തുകൂടി ഒരു റൗണ്ട് വരുന്ന പോലെ ഏകദേശം നിങ്ങൾ വരച്ചു കൊടുക്കുക. അതിനനുസരിച്ച് അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇങ്ങനെ ഈ ഒരു കാർഡ്ബോർഡ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കാർഡ്ബോർഡ് വെച്ചതിന് ശേഷം അതായത് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു ഇടയ്ക്കിടെയൊക്കെ ഔട്ടർ സൈഡ് നിങ്ങൾ ഇമേജ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അതായത് നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവും നമുക്ക് കൊട്ടാനായിട്ട്. അതുപോലെ തന്നെ അതിനെ ഇങ്ങനെ ചുറ്റിയിട്ടൊരു വട്ടത്തിൽ ഒന്നുകൂടെ കാണും. അപ്പൊ അതാണ് നമ്മൾ ഈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കൊട്ടുന്ന ഭാഗം ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കാണിക്കണം. അതിനായിട്ട് നമുക്ക് ക്ലേ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒരു ചെറിയ കഷ്ണം കാർഡ്ബോർഡോട് വെച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഈ സെന്ററിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പൊ ലേശം നിങ്ങൾ ആ സ്പേസ് വിട്ടതിന് ശേഷം സെന്ററിൽ വെച്ച് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഓക്കെ, അപ്പം അത് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ക്ലേ വെച്ചിട്ട് നമുക്കിതിൽ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതെന്ന് വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടാനാണ്, ആ കൊട്ടുന്ന ഭാഗം ഉണ്ടല്ലോ അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങളിത് അതൊന്ന് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഈ ഒരു കൊട്ടുന്ന ഭാഗം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കാനാണ്. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവാതെ നമ്മൾ എന്തിനാ കൊടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളത് ക്ലേ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തെർമോക്കോളിനകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. തെർമോക്കോളിനകത്തേക്ക് കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വെച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഹോൾസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ട് തന്നെ അവിടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ 2 എണ്ണമാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഒന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഓക്കെ, അപ്പം ഇവിടെ ഹോൾസ് ഒക്കെ വന്നിടത്ത് ഞാൻ ക്ലേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കണം, ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് രണ്ടും ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ പുറത്തെ വശം ഇങ്ങനെ ഒരു തടിയുടെ ആ ഒരു കളർ പെയിന്റ് തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾവശത്ത്, അതായത് ഈ കൊട്ടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം. വൈറ്റ് അടിക്കുമ്പം നമ്മളിങ്ങനെ ഒന്ന് മുകളിലോട്ട് ആക്കി അടിക്കുക. അപ്പൊ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മളിത് ആ സെന്ററിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ക്രീം കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ക്രീം കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ആ ഒരു സെന്റർ പോർഷൻ ഹൈലൈറ്റ് ആയിട്ടിരിക്കാൻ ചുറ്റും നമ്മൾ വൈറ്റ് കളറും കൊടുത്തെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിത് അത് പെയിന്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരും ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ഈ ഒരു ബേസിലേക്ക് ഇതങ്ങ് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും റെഡിയായി. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഈ തെർമോക്കോളില് അപ്പുറവും ഇപ്പുറവും ഹോൾസ് ഇട്ട് കൊടുത്തിട്ട്, അതായത് ഇതിലെ കിഴിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തോടെ ഇറക്കി ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതില് കയറ് വരിഞ്ഞു കൊടുക്കുന്ന പോലെ കൊടുക്കണം. അപ്പൊ ഈ ഒരു ഇടയ്ക്കയുടെ സൈസ് ചെറുതായതുകൊണ്ട് ഞാൻ വൈറ്റ് കളറിൽ ത്രെഡാണ് എടുക്കുന്നത് അങ്ങനെ വരിഞ്ഞു കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഒരു കോമ്പസിന്റെ വലിയ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ തെർമോക്കോളിന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതുവഴി ഈ കയറിനെ വരിഞ്ഞെടുക്കുക. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതുവഴി കൊണ്ടുവന്ന് നമ്മൾ ഇപ്പുറത്തെ ഹോളില് ചെയ്യണം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ എടുക്കുക. അതായത് ഈ മണ്ടയ്ക്കൂടെ തന്നെ എടുത്തിട്ട് അടുത്ത ഹോളിൽ കൂടി ഇത് ചെയ്ത് വെളിയിലേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളത് അങ്ങനെ വരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇങ്ങനെ വരും. ഇങ്ങനെ ഓരോ സൈഡിൽ കൂടി നമ്മൾ വരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് വരുന്ന നൂല് പിടിച്ചിട്ട് ഇതിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നമുക്കത് ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടിയിട്ട് നമ്മൾ റൗണ്ട് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒരു 2-3 ചുറ്റിയതിന് ശേഷം നമുക്കത് ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് കെട്ടാം. ഓക്കെ, നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതങ്ങനെ വരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കയില് ഇതുപോലുള്ള പോംപോങ്സ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ പോംപോങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പല കളറില് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ അത് ഇതില് തൂക്കി കൊടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു വൈറ്റ് കളർ നൂല് ഇതിന്ന് ഈ ഒരു ബോളിന്ന് ഏതെങ്കിലും ഒരു നൂല് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വൈറ്റ് കളർ നൂല് നമുക്ക് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇത് ഇച്ചിരി നീളത്തിൽ നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ അത് ഹാങ് ചെയ്ത് കിടന്നോളും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കുഞ്ഞു ബോൾസ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് ഇതുപോലെ തെർമോക്കോൾ പീസ് 2 എടുക്കുക, ഒരു സ്റ്റിക്ക് പോലെ തോന്നാന്. എന്നിട്ട് അതിലൊരു സ്കിൻ കളർ പെയിന്റോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൽ അടിച്ചു കൊടുത്ത ആ ഒരു പെയിന്റോ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോൾസ് നമുക്ക് ഇതിലിങ്ങനെ തൂക്കി കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പൊ ഒരു കുഞ്ഞി പീസിൽ നമ്മളത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഈ ഇടയ്ക്കയിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പൊ അതും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു നൂല് വെച്ചിട്ട് ഇതൊന്ന് തൂക്കി ഇടാനായിട്ടൊരു നൂലൂടെ കണക്ട് ചെയ്ത് വെച്ചു കൊടുക്കുക. ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഇതുപോലെ ഒരു സ്റ്റിക്ക്, അതായത് നമ്മുടെ ഇടയ്ക്ക് കൊട്ടാൻ ആവശ്യമായിട്ടുള്ള സ്റ്റിക്കാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അതിന് ഇതുപോലെ ന്യൂസ് പേപ്പർ നിങ്ങൾ റോൾ ചെയ്തിട്ട് അതിന്റെ അറ്റം മാത്രം ഒന്ന് മടക്കി കൊടുക്കുക. ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റിക്കിന്റെ ആ ഒരു രൂപം കിട്ടും. അത് നമുക്ക് ബ്ലാക്ക് കളറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വുഡൻ കളർ എന്തെങ്കിലും ഒന്ന് ഫിനിഷിങ്ങിനായിട്ട് കൊടുക്കുക. ഓക്കെ അപ്പൊ ഞാനിപ്പോ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ അപ്പൊ നമ്മള് അതും അടിച്ചു കൊടുത്ത് ഇടയ്ക്കിടെ ഫൈനൽ ലുക്ക് നമുക്കിനി കാണാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രോജക്റ്റുകളൊക്കെ വരികയാണെങ്കിൽ, ഇങ്ങനെ പഞ്ചവാദ്യങ്ങളോ വാദ്യോപകരണങ്ങളുടെ ഒക്കെ പ്രോജക്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പറയുന്നത്, കുട്ടികളാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം പാരന്റ്സിന്റെ ഹെൽപ്പോട് കൂടി തന്നെ ചെയ്യുക. കാരണം കത്രിക, ബ്ലേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ തനിയെ ഇതിനൊന്നും വിടാതിരിക്കുക. നിങ്ങളുടെ രക്ഷിതാക്കള് എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. മാക്സിമം ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.